Good morning, dear students. Good morning. How are you? Are you fine? Okay. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? എല്ലാം റെഡി അല്ലേ? നമ്മൾ ഇന്ന് നമ്മുടെ യൂണിറ്റ് 3 അല്ലേ പൊളിറ്റിക്സ് പാർട്ടിലെ തേർഡ് ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗവൺമെന്റ്. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഗവൺമെന്റ്. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ടെക്സ്റ്റ് നോക്കിക്കേ, പേജ് നമ്പർ 15, അതായത് യൂണിറ്റ് 3 ഏത് ചാപ്റ്റർ? ഗവൺമെന്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താ തന്നേക്കുന്നത്? വാട്ട് ഈസ് എ ഗവൺമെന്റ്? എന്താണ് ഗവൺമെന്റ്? നിങ്ങൾക്ക് അറിയാമോ എന്താ ഗവൺമെന്റ്? നിങ്ങൾക്ക് അറിയാമോ? ടീച്ചർ പറഞ്ഞു തരട്ടെ. When people live together in social groups, they have to take certain decisions that affects all of them. നമ്മൾ എന്താണ് ആളുകൾ, നമ്മളൊരു എന്താണ് സാമൂഹ്യ ജീവിയാന്ന് പറയാം. നമ്മളൊരു സോഷ്യൽ ഗ്രൂപ്പിൽ, ഒരു സാമൂഹ്യ ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അല്ലേ? ജീവിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ്, എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. നമ്മൾ കാരണം ഒരു സോഷ്യൽ ഗ്രൂപ്പിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ ഗ്രൂപ്പിൽ ഒരാൾ എടുക്കുന്ന തീരുമാനം ബാക്കി എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോക്കിക്കേ. വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യുവർ സ്കൂൾ. അപ്പൊ ഇത് നമുക്ക് കുറെ കൂടി മനസ്സിലാവണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിന്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ? എങ്ങനെയാണ്? യുവർ സ്കൂൾ ഹാസ് ഡൈവേഴ്സ് ഗ്രൂപ്പ് വിത്തിൻ ഇറ്റ്. നമ്മുടെ സ്കൂളിൽ തന്നെ പല ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അതായത് എന്താണ്, ബിസൈഡ്സ് ദ സ്റ്റുഡന്റ് ആൻഡ് ടീച്ചേഴ്സ് there are people who work in the school office, people who work in the canteen and peons, bus drivers, sweepers, etc. അപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ എടുക്കുവാണെങ്കിൽ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടീച്ചേഴ്സ് ഉണ്ട് അല്ലേ, സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ പ്രിൻസിപ്പാൾ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ, സ്കൂൾ ഡ്രൈവർ ഉണ്ട്, സ്വീപ്പർ ഉണ്ട്, പിയൂൺ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരാണ് നമ്മുടെ സ്കൂളിലുണ്ട്. ഈ ഓരോ ആൾക്കാരും എന്താ ചെയ്യുന്നത്? വ്യത്യസ്തമായ ജോലികളാണ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദീസ് ഗ്രൂപ്പ്സ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സ്കൂൾ. നമ്മുടെ സ്കൂളിന്റെ നല്ല ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ഓരോ ഗ്രൂപ്പിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? പരസ്പരം സഹകരിച്ച് പോകുന്നു. അപ്പൊ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലായാലും, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ പ്യൂൺസ് ആയാലും, നമ്മുടെ സ്വീപ്പേഴ്സ് ആയാലും, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നു? പരസ്പരം സഹായിച്ചു പോയാലേ നമ്മുടെ സ്കൂളിന്റെ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പൊ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ എല്ലാവരും എന്ത് ചെയ്യുന്നു? പരസ്പരം ഈ ഓരോ ഗ്രൂപ്പിലുള്ള ആളുകളും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുന്നു. നോക്കിക്കേ. The bus drivers bring the students to the school. The students then go to the classroom to study different subjects or go for different activities. ഇപ്പൊ നമ്മുടെ ബസ് ഡ്രൈവേഴ്സ് എന്ത് ചെയ്യുന്നു? സ്കൂളിലെ ബസ് ഡ്രൈവേഴ്സ് നമ്മുടെ കുട്ടികളെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലാക്കുന്നു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് റൂമിൻ്റെ അകത്ത് പോയിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നു, അവർ പഠിക്കുന്നു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് ചെയ്യുന്നു. ടീച്ചേഴ്സ് കണ്ടക്ട് ദീസ് ക്ലാസ്സസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പൊ ഈ കുട്ടികൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസും ക്ലാസ്സും എല്ലാം കണ്ടക്ട് ചെയ്യുന്ന ആരായിരിക്കും? ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ? ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതും എല്ലാം ആരാണ്? ഒരു ടീച്ചർ ആയിരിക്കും. Every month the student pay fees to the school. Payment are collected and recorded by the people working in the school office. അപ്പൊ എന്താണ്, നമ്മൾ എല്ലാ മാസവും നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് സ്കൂളിൽ അടയ്ക്കുന്നുണ്ട്. നമ്മൾ അവിടെ പഠിക്കുന്നതിന് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സ്കൂളിലെ ഓഫീസ് ഉണ്ടായിരിക്കും, അതിന് വേറൊരു സെക്ഷൻ കാണും, അവരായിരിക്കും ഈ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്. Behind this smooth functioning, there are people who take decision about the rules to be followed by the different group. അപ്പൊ ഇനി എന്താണ് ഈ സുഗമമായ പ്രവർത്തനത്തിനെല്ലാം പിന്നില് നമ്മുടെ വിവിധ ഗ്രൂപ്പുകൾ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ആള് കാണും. എങ്കിലല്ലേ എല്ലാവരും മുന്നോട്ട് ഒരു തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോയാലല്ലേ നമ്മുടെ ആ ഒരു സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. Okay, they also fix a work schedule for each group so that there is no confusion and everybody benefit from the school. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ലേ, ഈ തീരുമാനങ്ങൾക്കെല്ലാം ഈ ആളുകളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ എടുക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു? ആ സ്കൂളിലേക്ക് വരുന്ന ഒരു വർക്ക് ഷെഡ്യൂൾ അങ്ങ് ഫിക്സ് ചെയ്യുന്നു. എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രയോജനകരമാകുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു വർക്ക് ഷെഡ്യൂൾ, ആ സ്കൂളിന് വേണ്ടുന്ന ഒരു വർക്ക് ഷെഡ്യൂൾ അദ്ദേഹം ചെയ്യുന്നു. ഓക്കെ, ഡു യു നോ who does all this? അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ആരായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ പ്രിൻസിപ്പൾ അല്ലേ? യെസ്, യു ആർ കറക്റ്റ്, ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ ആയിരിക്കും നമ്മുടെ സ്കൂളിൽ ഇതെല്ലാം ഈ വർക്ക് ഷെഡ്യൂൾ എല്ലാം തയ്യാറാക്കുന്നത്, പ്രിൻസിപ്പൾ ആയിരിക്കും.
Actually, this is done by a group of people and the principal is one of those people. അപ്പോൾ actually എന്താണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിലൊരാളാണ് നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. The group that run the school is said to be governing the school. Similarly, every community, be it a neighborhood, a village, a city or a country, require a set of people to make sure that day-to-day life goes on smoothly. ഇപ്പം എന്താണ് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് പറഞ്ഞു. അതിലൊരാളാണ് ആര് നമ്മുടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം എന്താണ് actually this is done by a group of people and the principal is one of those people. പിന്നെന്താണ് the group that run the school is said to be governing the school. അപ്പോൾ നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? ആ ഗ്രൂപ്പാണ് നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറയുന്നു. ഇതുപോലെ എല്ലാ കമ്മ്യൂണിറ്റിയിലും അത് ഈവൻ വില്ലേജ് ആയിക്കോട്ടെ അല്ലെ, നെയ്ബർഹുഡ് ആയിക്കോട്ടെ, ഒരു സിറ്റി ആയിക്കോട്ടെ, ഒരു കൺട്രി ആയിക്കോട്ടെ, എല്ലാവരും എന്തുണ്ട് അവരെ ഈ ഒരു എന്താണ് ആ ഒരു സ്ഥലത്ത് ആ ഒരു പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതുപോലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡേ ടു ഡേ ലൈഫ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ടേക്ക് എ ക്ലോസർ ലുക്ക് അറ്റ് ഹൂ മേക്ക് ദിസ് പോസിബിൾ ഇൻ എ നേഷൻ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ എന്താണ് ഗവൺമെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. നമ്മുടെ എന്താണ് കൺട്രിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാനേജിങ് ദ അഫെയർ ഓഫ് എ കൺട്രി ഈസ് കാൾഡ് എ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാനേജിങ് ദ അഫെയർസ് ഓഫ് എ കൺട്രി ഈസ് കാൾഡ് എ ഗവൺമെന്റ്. എന്താണ്? രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗവൺമെന്റ്? The group of people managing the affairs of a country is called a government. എന്താണ്? ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. The government take various decisions and perform various functions. Some of these are mentioned below. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള അല്ലേ എന്താണ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഡിസിഷൻസ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോം വേരിയസ് ഫംഗ്ഷൻ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഗവൺമെന്റിന്റെ ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഗവൺമെന്റ്? ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ managing the affairs of a country is said to be എന്താണ് is called a government എന്ന് പറയും ഇല്ലേ. ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ നോക്കുന്നത്? ഗവൺമെന്റ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും പഠിക്കാൻ പോവാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് ഉണ്ടോ? The government build road, hospitals, educational institution, parks, museum, toilets, etc. for the people and make arrangement for supplying electricity, cooking gas, water, etc. to the people. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? റോഡ് ബിൽഡ് ചെയ്യുന്നില്ലേ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് നിർമ്മിക്കുന്നുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കുന്നുണ്ട്, പാർക്ക്, മ്യൂസിയം ഇല്ലേ എന്നീ കാര്യങ്ങളൊക്കെ, ടോയ്ലറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂസിയം, പാർക്ക്, ഹോസ്പിറ്റല്, പിന്നെന്താണ് റോഡ്, ടോയ്ലറ്റ്, ഇതെല്ലാം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്നുണ്ട്. അതുപോലെ നോക്കിക്കേ, and make arrangement for supplying electricity, cooking gas, water, etc. to the people. അപ്പോൾ ആളുകളിലേക്ക് കുക്കിംഗ് ഗ്യാസ് എത്തണം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എല്ലാവർക്കും എത്തണം, അതുപോലെ തന്നെ വാട്ടർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ആര് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രവർത്തനം നമ്മൾ എന്തോ ഗവൺമെന്റിന്റെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്നാണ് പറഞ്ഞത്? ഗവൺമെന്റ് ബിൽഡ് റോഡ്, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർക്ക്, മ്യൂസിയം, ടോയ്ലറ്റ് എക്സെട്ര അല്ലേ. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കെട്ടുന്നു, റോഡ് നിർമ്മിക്കുന്നു, ടോയ്ലറ്റ് നിർമ്മിക്കുന്നു, മ്യൂസിയം, പാർക്ക്, ഇതെല്ലാം ഗവൺമെന്റ് നിർമ്മിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഗ്യാസും വാട്ടറും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്
പോയിന്റ് നോക്കിക്കേ. The government take decision on how to deal with the problems like poverty, unemployment, discrimination, etc. and how to give good health service and education to the people. പിന്നെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ടേക്ക് ഡിസിഷൻസ് ഓൺ ഹൗ ടു ഡീൽ വിത്ത് പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ അല്ലെ, പോവർട്ടി ദാരിദ്ര്യം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ വിവേചനം ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം, ദാരിദ്ര്യം ഇല്ലാതാക്കണം, വിവേചനം ഇല്ലാതാക്കണം. അപ്പൊ ഇവയൊക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുഡ് ഹെൽത്തും അതുപോലെ തന്നെ അല്ലെ ഗുഡ് ഹെൽത്ത് സർവീസും എഡ്യൂക്കേഷൻ അല്ലെ നല്ല ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സേവനങ്ങൾ എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാം, ഏറ്റവും നല്ലത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചും ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഉണ്ടോ? The government runs important service such as train and bus service, postal service and so on. അപ്പൊ എന്താണ്? ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചില സുപ്രധാന എന്താണ് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രെയിൻ ഇല്ലേ, ട്രെയിൻ സർവീസ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്, പോസ്റ്റൽ സർവീസ്. ഇതെല്ലാം എന്താണ്? ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ചില സുപ്രധാന എന്താണ് സേവനങ്ങളാണ്. ഫോർത്ത് പോയിന്റ്, ദ ഗവൺമെന്റ് പ്രൊവൈഡ് സേഫ്റ്റി ടു ദ പീപ്പിൾ ആൻഡ് മെയിൻ്റനൻസ് ലോ ആൻഡ് ഓർഡർ വിത്തിൻ ദ കൺട്രി. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്തില്ലേ, സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്ത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആളുകൾക്ക് സേഫ്റ്റി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ കൺട്രിക്കകത്തുള്ള ലോ ആൻഡ് ഓർഡർ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്ത് ആളുകൾക്ക് സേഫ്റ്റി സുരക്ഷ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. ഫോർ ദിസ് പർപ്പസ് ദ ഗവൺമെന്റ് എംപ്ലോയീസ് സം പീപ്പിൾ ആർ പോലീസ്മെൻ. അപ്പൊ ഈ ഒരു ജനങ്ങൾക്ക് സുരക്ഷ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. അവരാരാണ്? പോലീസ്മെൻ ഇല്ലേ, പോലീസുകാരാണ് ജനങ്ങൾക്ക് സുരക്ഷ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നത്. The policemen are trained to protect the other members of the society and to prevent crimes such as theft, dacoits, murders, etc. അപ്പൊ എന്താണ്? പോലീസുകാർക്ക് നമ്മൾ ട്രെയിനിങ് അവിടെ നിർത്തിയേക്കോ അല്ലെ, ആളുകളെ സംരക്ഷിക്കാനായിട്ട് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇതൊക്കെ പ്രിവെന്റ് ചെയ്യണം അല്ലേ, മോഷണവും അതുപോലെ തന്നെ കൊള്ളയടി, കൊലപാതകം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്ത് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫോർത്ത് പോയിന്റ് പഠിച്ചു. അടുത്ത ഫിഫ്ത്ത് പോയിന്റ്, ദ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ആർംഡ് ഫോഴ്സസ് ടു ഡിഫെൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ നേഷൻ. ഓക്കെ, ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. അപ്പൊ എന്താണ്? ദ ഗവൺമെന്റ് മെയിൻറ്റെയിൻ ആർംഡ് ഫോഴ്സ് അല്ലേ, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? സായുധ സേനയെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിഫെൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ നേഷൻ, നമ്മുടെ നേഷന്റെ അതിര് സംരക്ഷിക്കാൻ, എന്താണ് ബൗണ്ടറീസ് സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ആംഡ് ഫോഴ്സിനെ എന്താണ് പ്രിപ്പയർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. എന്നിട്ട് മറ്റുള്ള രാജ്യവുമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധം പുലരാനും ഇത് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ദ ഗവൺമെന്റ് ഓർഗനൈസസ് റെസ്ക്യൂ വർക്ക് ഡ്യൂറിംഗ് ഫ്ലഡ്, storms, earthquakes, etc. It also provides aid in the form of health service, food and shelter to affected people. അപ്പോൾ എന്താ പറയുന്നത്? ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? രക്ഷാപ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് അല്ലേ, റെസ്ക്യൂ വർക്ക്. എപ്പോഴൊക്കെയാണ്? ഫ്ലഡ്, നമുക്ക് എന്താ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴായാലും, കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോഴായാലും, ഭൂകമ്പം ഉണ്ടാകുമ്പോഴായാലും ആ സമയങ്ങളിലൊക്കെ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം സംഘടിപ്പിച്ച ആളുകളെ രക്ഷിക്കുന്നു. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹെൽത്ത് സർവീസ്, ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു അഫക്റ്റഡ് പീപ്പിൾ. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴായാലും ആളുകളെ മാറ്റി താമസിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന ഫുഡ് എത്തിക്കുക, അവർക്ക് വേണ്ട ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? ഗവൺമെന്റ് ഓർഗനൈസസ് റെസ്ക്യൂ വർക്ക് ഡ്യൂറിംഗ് ഫ്ലഡ്, സ്റ്റോം, എർത്ത്ക്വേക്സ്, എക്സെട്ര. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് aid in the form of health service, food, shelter to the affected people. അപ്പോൾ എന്താണ്? റെസ്ക്യൂ സർവീസ് ഓർഗനൈസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു ദുരന്തം ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, to carry out all its function properly, the government make laws which all the people have to obey. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലേ, ഗവൺമെന്റിന്റെ
ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? കുറച്ച് നിയമങ്ങൾ, ലോസ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. നമ്മൾ ആളുകൾ, ജനങ്ങൾ ആ നിയമങ്ങളെല്ലാം അനുസരിക്കണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റിന് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. നെക്സ്റ്റ്, വൈ ഡു വി പേ ദ ഗവൺമെന്റ്? അപ്പൊ നമ്മൾ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏത് രീതിയിലാണ്? ടാക്സ് രീതിയിൽ നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യുന്നുണ്ട്. To perform all its functions, the government needs money. ഇപ്പൊ ഗവൺമെന്റിന് റോഡ് നിർമ്മിക്കാനായാലും, നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ നിർമ്മിക്കാനായാലും ഇല്ല, ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരണമെങ്കിൽ ഗവൺമെന്റിന് എന്ത് ആവശ്യമാണ്? മണി ആവശ്യമാണ്. It collects this money from the people. This money called tax. അപ്പൊ ഈ മണി ഗവൺമെന്റ് എവിടുന്നാ കളക്ട് ചെയ്യുന്നത്? ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് അതിന് ആവശ്യമായിട്ടുള്ള പണം ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള മണിയെ, ദിസ് മണി, ആ പണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സ്. ഇല്ലേ, നമ്മൾ ടാക്സിന്റെ രൂപത്തിലാണ് ഗവൺമെന്റിന് മണി പേ ചെയ്യുന്നത്. ഓക്കെ, സർവീസ് ടാക്സ്, സെയിൽ ടാക്സ്, അങ്ങനെ കുറെ ടാക്സ് ഉണ്ട്. അപ്പം ടാക്സ് രൂപത്തിൽ ഗവൺമെന്റ് നമ്മളെ എന്ത് ചെയ്യുന്നു? പൈസ മേടിക്കുന്നു. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? റോഡ് നിർമ്മിക്കുന്നത്. നമുക്ക് ജനങ്ങൾക്ക് വേണ്ടുന്ന, അല്ലേ, ജനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, റോഡായാലും ഹോസ്പിറ്റൽസ് ആയാലും പാർക്ക്, മ്യൂസിയം തുടങ്ങിയ നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് പേ ചെയ്യുന്നുണ്ട്. The people are also required to pay for the use of facilities provided by the government. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മണി പേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. For example, you have to buy a ticket when you visit a government museum or board a train. The money that you pay is used to maintain the facilities that the government provide. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗവൺമെന്റ് മ്യൂസിയത്തിൽ പോയി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ മ്യൂസിയത്തിൽ കയറുന്നത്, അല്ലേ? അപ്പൊ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മണി പേ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ടിക്കറ്റിന് നമ്മൾ മണി പേ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാം പൈസ, മണി ഉപയോഗിച്ച് സർക്കാർ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഫെസിലിറ്റീസിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, ആ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ആ മണി യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആയാലും, ഇല്ലേ, മണി ആയാലും ഒക്കെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ല, അതിന് വേണ്ടിയിട്ടാണത് ഉപയോഗിക്കുന്നത് ആ മണി. അപ്പൊ നമ്മൾ ഗവൺമെന്റിന് മണി പേ ചെയ്യുന്ന ഏത് രീതിയിലാണ്? ടാക്സിന്റെ രീതിയിൽ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. The facilities mentioned above are known as public property. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു. മ്യൂസിയം ആയാലും ഹോസ്പിറ്റൽ ആയാലും പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഇതെല്ലാം എന്താ? ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. അപ്പൊ ഈ ഫെസിലിറ്റീസിനെ എല്ലാം കൂടാണ് നമ്മൾ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫെസിലിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് വിളിക്കുന്നു? പബ്ലിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നു. Public property does not belong to any one person but is the joint property of all those who pay for its maintenance. ഇപ്പൊ എന്തോ പറയുന്നത്? നമ്മുടെ ഈ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് ആരുടെയും ഒരാളുടെ സ്വത്തല്ല, നമുക്കിപ്പോൾ ഒരാൾക്ക് അവകാശപ്പെട്ട സ്വത്തല്ല ഈ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ. ഒരു ഗവൺമെന്റിന്റെ മ്യൂസിയം ആയാലും ഒരു ഹോസ്പിറ്റൽ ആയാലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അപ്പൊ അത് ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല. എന്താണ്? ഒരു സംയുക്ത സ്വത്താണല്ലേ, എല്ലാവർക്കും കൂടെ നമ്മളെ ജനങ്ങൾക്ക്, ആ ഗവൺമെന്റിനെ, അല്ലേ, പേ ചെയ്യുന്ന എല്ലാ ഗവൺമെന്റിനും തുല്യമായിട്ടുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആർ ആൾസോ പബ്ലിക് പ്രോപ്പർട്ടി, അല്ലേ? ചരിത്ര സ്മാരകങ്ങളൊക്കെ എന്താണ്? അത് പബ്ലിക് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താ? The facilities mentioned above are known as public property, അല്ലേ? നമ്മൾ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഗവൺമെന്റ്, ഹോസ്പിറ്റല്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്തോ പറഞ്ഞത്? നമ്മുടെ റോഡ്, ഇതെല്ലാം എന്താണ്? പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ലെവൽസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ലെവൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ വി ഹാവ് ഗവൺമെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ ആൻഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അപ്പൊ ഇന്ത്യയില് നാഷണൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, ഇല്ലേ? ദേശീയ തലത്തിലും ഉണ്ട്, സംസ്ഥാന തലത്തിലും ഗവൺമെന്റ് ഉണ്ട്. വി ഓൾസോ ഹാവ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ സിറ്റീസ്, ടൗൺസ്, വില്ലേജ് എക്സെട്ര. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിറ്റീസിലും വില്ലേജിലും ടൗണിലും ഒക്കെ എന്തുണ്ട്? ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഉണ്ട്, ഇല്ലേ? തദ്ദേശ അല്ലെങ്കിൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളും ഉണ്ട്. The government at the national level is known as the central government. നാഷണൽ ലെവലിലുള്ള ഗവൺമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? The government at the national level is called, അല്ലെങ്കിൽ known as
സെൻട്രൽ ഗവൺമെന്റ്. നാഷണൽ ലെവലിലുള്ള നമ്മുടെ ഈ ഗവൺമെന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഗവൺമെന്റ് എന്ന്. അപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ് there is a government in every state. ഇല്ലേ, ആ സെൻട്രൽ ഗവൺമെന്റ് കൂടാതെ എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്. And there are local self government bodies in the cities, towns, village etc. ഓരോ വില്ലേജിലായാലും സിറ്റിയിലായാലും ടൗണിലായാലും എല്ലാം എന്തുണ്ട്, ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഉണ്ട്. അപ്പൊ ലെവൽസ് ഓഫ് ഗവൺമെന്റ് നമുക്ക് എന്ത് എഴുതാം? ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏതൊക്കെയുണ്ട്? വി ഹാവ് ഗവൺമെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. നമുക്ക് ഇന്ത്യയിൽ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എന്തുണ്ട്, ഗവൺമെന്റ് ഉണ്ട്. പിന്നെ എവിടെയൊക്കെയാണ്? സിറ്റീസിലും ടൗൺസിലും വില്ലേജിലും എന്തുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അറ്റ് ദ നാഷണൽ ലെവൽ, അല്ലേ, ദേശീയ തലത്തിലുള്ള ഗവൺമെന്റാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് കൂടാതെ ഓരോ സ്റ്റേറ്റിലും ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ വില്ലേജിലായാലും ടൗണിലായാലും സിറ്റീസിലായാലും എല്ലാം എന്തുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ ലോസ് ആൻഡ് ഗവൺമെന്റ്, ഇല്ലേ, നിയമങ്ങളും ഗവൺമെന്റും നിയമങ്ങളും, ലോസ് ആൻഡ് ദ ഗവൺമെന്റ്. You know that one of the functions of the government is make laws. ഇല്ലേ, ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ എന്താണ്, അല്ലേ, ലോ, നിയമനിർമ്മാണമാണ് ഗവൺമെന്റിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Do you know which part of the government does this? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ഏത് പാർട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സേഫ്റ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് പോലീസ്മാനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്, അവരാണ് സേഫ്റ്റി നോക്കുന്നത് പറഞ്ഞു. ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കണമെങ്കിൽ ഗവൺമെന്റ് ഏത് പാർട്ടായിരിക്കും നിയമങ്ങൾ നിർമ്മിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ആരാണ്? ഇറ്റ് ഈസ് ദ ലെജിസ്ലേച്ചർ, ഇല്ലേ, നിയമസഭ. അതാണ് നമ്മുടെ ലെജിസ്ലേച്ചർ ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഗവൺമെന്റ് ഏത് പാർട്ടാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്? ആരാണ്? ലെജിസ്ലേച്ചർ. ആരാണ്? ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ ആണ്, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ പാർട്ടാണ്, അല്ലെങ്കിൽ നിയമസഭ എന്ന് പറഞ്ഞ പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെന്റിലെ നിയമങ്ങൾ എടുക്കുന്നത്, തീരുമാനിക്കുന്നത്. അവർ പാർലമെന്റ് ഈസ് ദ സെൻട്രൽ ലെജിസ്ലേച്ചർ ഓഫ് ദ കൺട്രി. അപ്പൊ നമ്മുടെ കൺട്രിയുടെ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ പാർലമെന്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പൊ നമ്മുടെ കൺട്രിയുടെ സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ ആരാണ് നമ്മൾ പറഞ്ഞത്? പാർലമെന്റ്. ആരാണ്? പാർലമെന്റ്. ഇപ്പൊ ഈ പാർലമെന്റിൽ തന്നെ എന്തൊക്കെയുണ്ട്? ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഏതൊക്കെയുണ്ട്? ലോക്സഭ, രാജ്യസഭ. ലോക്സഭയുണ്ട്, പിന്നെന്തുണ്ട്? രാജ്യസഭയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റിന്റെ ഏത് പാർട്ടാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ലെജിസ്ലേച്ചർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ കൺട്രിയുടെ സെൻട്രൽ ലെജിസ്ലേച്ചർ ആണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിൽ തന്നെ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട് നമുക്ക് പറഞ്ഞു. ഇറ്റ്സ് മെമ്പേഴ്സ് ആർ കാൾഡ് MPs. ഇപ്പൊ മെമ്പർ ഓഫ് പാർലമെന്റ്, പാർലമെന്റിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് MPs എന്ന് പറയുന്നത്, അല്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ MPs എന്ന് പറയുന്നത്, മെമ്പർ ഓഫ് പാർലമെന്റ്. The parliament makes law that apply to the whole nation. അപ്പൊ എന്താണ്? പാർലമെന്റ് ആണ് നമ്മുടെ രാജ്യത്തിന് മുഴുവൻ വേണ്ടുന്ന, അല്ലേ, എന്താണ് ബാധിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ്? നമ്മുടെ പാർലമെന്റ് ആണ്. Besides, every state has its own legislature for making laws that apply only to that state. അപ്പൊ ഇത് കൂടാതെ ഓരോ സ്റ്റേറ്റിനും എന്താണ് ലെജിസ്ലേച്ചർ ഉണ്ട്, അവരെടുക്കുന്ന നിയമങ്ങൾ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? അനുസരിക്കണം. A state legislature consists of a legislative assembly and sometimes also a legislative council. The member of a state legislative assembly are called MLAs. അപ്പോൾ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്തൊക്കെ വരുന്നുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? MLAs എന്ന് വിളിക്കുന്നത്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് വിളിക്കുന്നത്? മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മൾ എന്ന് പറയുന്നത് MLAs എന്ന് പറയും, അല്ലേ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ MLAs എന്ന് പറയുന്നത്. ഇനി the laws made by the legislature are implemented by the executive. അപ്പൊ ഈ ലോ നമ്മള് ലെജിസ്ലേച്ചർ എടുക്കുന്ന ലോ എല്ലാം ആരാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ് ആണത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Officially, India's central executive is headed
ബൈ ദ പ്രസിഡന്റ്. ഇന്ത്യയിൽ ആരാണ് ഇത് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. Although its real work is done by the Prime Minister and a council of other ministers. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് എന്താണ് അതർ മിനിസ്റ്റേഴ്സ്. അപ്പോൾ ആ കൗൺസിലുള്ള മറ്റ് മന്ത്രിമാരും നമ്മുടെ പ്രധാനമന്ത്രികളെ ചേർന്നിട്ടാണ് വർക്കുകളൊക്കെ ചെയ്യുന്നതും. ഇതിലും നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് വെച്ചാൽ പ്രസിഡന്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഈസ് ഹെഡഡ് ബൈ ഗവർണർ. നമ്മുടെ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് ആരാണ്? ഗവർണറാണ്. സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗവർണറും സെൻട്രലിൻ്റെത് പ്രസിഡന്റും ആണ്. ഇറ്റ് ഈസ് റൺ ബൈ എ ചീഫ് മിനിസ്റ്റർ ആൻഡ് എ കൗൺസിൽ ഓഫ് അതർ മിനിസ്റ്റർ. അപ്പൊ അത് നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. അത് ആരാണ്? അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരൊക്കെയാണ്? ചീഫ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും അതർ മിനിസ്റ്റേഴ്സ് കൗൺസിലുള്ള മറ്റു മന്ത്രിമാരുമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സെൻട്രലിന്റെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ്. അതുപോലെ സ്റ്റേറ്റിന്റെ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരുമാണ്. ഓക്കെ, എ സിസ്റ്റം ഓഫ് കോർട്സ് നോൺ ആസ് ജുഡീഷ്യറി. അപ്പൊ എന്താണ്? നമുക്കൊരു കോടതി ഉണ്ടല്ലേ, അത് നമ്മൾ ജുഡീഷ്യറി എന്ന് വിളിക്കുന്നു. സെറ്റിൽ ഡിസ്പ്യൂട്ട് ആൻഡ് മേക്ക് ഷുവർ ദ ലോസ് ആർ ഒബേഡ്. എല്ലാ ഡിസ്പ്യൂട്ടും സെറ്റിൽ ചെയ്യുന്ന ആരാണ്? ജുഡീഷ്യറി ആണ്, കോർട്ടാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിയമം എല്ലാവരും അനുസരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ നോക്കുന്നത് ജുഡീഷ്യറി ആണ്. ദ ഇന്ത്യൻ ജുഡീഷ്യറി ഇൻക്ലൂഡ് ദ സുപ്രീം കോർട്ട്, ദ ഹൈക്കോർട്ട് ആൻഡ് വേരിയസ് ലോവർ കോർട്ട്സ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യറി സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? സുപ്രീം കോടതി വരുന്നുണ്ട് ഇല്ലേ, ഹൈക്കോടതി വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ആൻഡ് വേരിയസ് ലോവർ കോർട്ട്സ്. ദ സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ദ കൺട്രി. കൺട്രിയിലെ ഹയസ്റ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? സുപ്രീം കോടതിയാണ്, സുപ്രീം കോർട്ടാണ്. ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ എന്താണ്? സ്റ്റേറ്റിലെ ഹയസ്റ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹൈക്കോർട്ടാണ്. Okay, a legislature, the executive and the judiciary are known as the three organs or branches of the government. അപ്പോൾ ഗവൺമെന്റിന്റെ മൂന്ന് ബ്രാഞ്ചസ് ചോദിച്ചാല് നമ്മൾ എന്തൊക്കെ എഴുതും? ഏതൊക്കെ എഴുതണം? നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആരാന്ന് പറഞ്ഞു? ലെജിസ്ലേച്ചർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെജിസ്ലേച്ചർ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എക്സ് എന്താണ് സ്പെല്ലിംഗ്? EXECUTIVE. എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ജുഡീഷ്യറി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ജുഡീഷ്യറി ഇതിനെ മൂന്നിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗവൺമെന്റിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഓർഗൻസ്. 3 ഓർഗൻസ് ഏതാണെന്ന് ചോദിച്ചാല് ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് വെച്ച് നമ്മൾ എന്തൊക്കെ എഴുതണം? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ ഗവൺമെന്റിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ എന്താണ് എന്ത് പറയുന്നു ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് വെച്ചാൽ ഏതൊക്കെ എഴുതാം നമുക്ക്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ടൈപ്പ് ഓഫ് ഗവൺമെന്റ്. ടൈപ്പ് ഓഫ് ഗവൺമെന്റ് നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള ഗവൺമെന്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് അറിയാമോ? മൊണാർക്കി, പിന്നെ ഏതാണ്? ഡിക്റ്റേറ്റർഷിപ്പ്, പിന്നുള്ളത് ഏതാണ് നോക്കിക്കേ? ഡെമോക്രസി. ഏതൊക്കെയുണ്ട്? മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി. അപ്പൊ ആദ്യം നമുക്ക് മൊണാർക്കി ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. 3 ടൈപ്പ് ഉണ്ട്: മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി. അപ്പൊ അത് എന്താണ് മൊണാർക്കി നമുക്ക് നോക്കാം. ഓക്കെ, there have been 3 main type of government in the history of mankind. അല്ലേ, മനുഷ്യ ചരിത്രത്തില് 3 തരത്തിലുള്ള ഗവൺമെന്റ് ആണുള്ളത്: മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, പിന്നെ ഏതാണ്? ഡെമോക്രസി. Each form of government has some good and some bad qualities. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ്? ഓരോ ഈ ഡെമോക്രസിക്ക് ആയാലും അതുപോലെ തന്നെ മൊണാർക്കിക്കായാലും ഡിക്റ്റേറ്റർഷിപ്പിനായാലും ഈ ഓരോ ടൈപ്പ് ഗവൺമെന്റിന് എന്തുണ്ട്? അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് മൊണാർക്കി എന്താന്ന് സ്റ്റഡി ചെയ്യാം.
ഇൻ എ മൊണാർക്കി, എ മൊണാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? എ കിങ് ഓർ എ ക്യൂൻ, ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജ്ഞിയോ. ഹാസ് ദ അബ്സല്യൂട്ട് പവർ ടു റൺ ദ കൺട്രി. ഇപ്പൊ മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജവാഴ്ച അല്ലെ, അവിടെ എന്താണ് ആ ഒരു ഗവൺമെന്റിലെ രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്കായിരിക്കും അവിടുത്തെ മൊത്തം പവർ, അധികാരം എന്ന് ആ രാജ്യം കൊണ്ടുപോകാനുള്ള മൊത്തം അധികാരം പോയിരിക്കുന്നത് ഒന്നുകിൽ ഒരു രാജ്ഞിക്കോ അല്ലെങ്കിൽ രാജാവിനോ ആയിരിക്കും. When the monarch dies, the power automatically passes to the eldest child. അപ്പൊ അഥവാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജാവ് മരണപ്പെടുവാണെങ്കിൽ അടുത്ത പദവി ആർക്ക് പോകും? അടുത്ത അധികാരം അദ്ദേഹത്തിന്റെ മൂത്ത കുട്ടി ആരാണോ അവർക്ക് പോകും. യൂഷ്വലി ദ എൽഡസ്റ്റ് സൺ ഓഫ് ദ monarch, അപ്പൊ രാജാവിന്റെ മൂത്ത മകൻ ആരാണോ അവർക്ക് പോകും. The biggest problem is that the people have no right to choose their ruler. അപ്പൊ ആ ഒരു ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട പോരായ്മ എന്തായിരുന്നു? അവിടുത്തെ ജനങ്ങൾക്ക് ആര് തങ്ങളുടെ അധികാരിയായിട്ട് വരണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. Also the monarch alone decide how much freedom the people will have. അവിടുത്തെ അധികാരത്തിലിരിക്കുന്ന രാജാവ് ആരാണോ അദ്ദേഹം സ്വയം തീരുമാനിക്കും ഇല്ലേ, ആളുകൾക്ക് എങ്ങനത്തെ ഫ്രീഡം കൊടുക്കണം, എത്രമാത്രം ഫ്രീഡം കൊടുക്കണം എന്നുള്ള കാര്യം അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തു. അതിൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലായിരുന്നു. ഭൂട്ടാൻ, എ നെയ്ബർ ഓഫ് ഇന്ത്യ, ഹാസ് ദിസ് ഫോം ഓഫ് ഗവൺമെന്റ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഈ ഒരു മൊണാർക്കി ഗവൺമെന്റ് ആണ്, ഒരു രാജവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റ് ഏതാണ്? ഒരു മൊണാർക്ക് അല്ലേ, മൊണാർക്കി ഗവൺമെന്റ് ആണ് നമ്മുടെ ഭൂട്ടാനിലുള്ളത്. രാജവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. ഒരു രാജാവ് കാണും അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിരിക്കും അവിടുത്തെ മൊത്തം കാര്യങ്ങളും നോക്കുന്ന ആരായിരിക്കും? ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്ഞിയായിരിക്കും. രാജാവ് മരണപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മൂത്ത പുത്രന് എന്ത് പോകുന്നു? ആ ഭരണം കിട്ടുന്നു. അപ്പൊ എന്താണ് മൊണാർക്കി എന്ന് വെച്ചാൽ മനസ്സിലായോ? മൊണാർക്കി ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ മൊണാർക്ക്, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൻ ആയിരിക്കും അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനിലോട്ട് പോകുന്നു. അവിടെ എന്താണ് ആളുകൾക്ക് തങ്ങളുടെ അധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല, ഒരു കാര്യങ്ങളും പറയാനുള്ള അവകാശമില്ല. ആ രാജാവ് തന്നെ ആയിരിക്കും എന്താണ് എത്രമാത്രം ഫ്രീഡം തങ്ങളുടെ ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ആ രാജാവ് മാത്രമായിരിക്കും. ഭൂട്ടാൻ എക്സാമ്പിൾ, മൊണാർക്കി ഗവൺമെന്റ് എക്സാമ്പിൾ വെച്ച് നമുക്ക് ഏത് കൺട്രി എഴുതാം? ഭൂട്ടാൻ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ. അടുത്ത ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഡിക്റ്റേറ്റർഷിപ്പ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ഏകാധിപത്യം അല്ലേ. എന്താണ് ഒരു ഏകാധിപത്യം? In a dictatorship, all the power rests in the hands of one person or a small group of people. അപ്പൊ ഡിക്റ്റേറ്റർഷിപ്പിൽ, ഏകാധിപത്യത്തിൽ എന്താണ് ആ ഒരു രാജ്യത്തിന്റെ എല്ലാ അധികാരവും ഒരാളിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇച്ചിരി ഇല്ലേ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ചെറിയ എന്താണ് കൂട്ട ആളുകളിലേക്കോ അല്ലെങ്കിൽ ഒരാളിലേക്കോ ആയിരിക്കും അവിടുത്തെ മൊത്തം അധികാരവും പോകുന്നത്. എവിടെ? ഡിക്റ്റേറ്റർഷിപ്പില്. നോക്കിക്കേ, such power is often obtained by force. ഇപ്പൊ എന്താണ് ആ ഒരു അധികാരം ചിലപ്പോൾ അവർ നേടിയെടുക്കുന്നത് ബലപ്രയോഗത്തിലൂടെയൊക്കെ ആയിരിക്കും ആ ഒരു അധികാരം അവര് നേടിയെടുക്കുന്നത്. People who challenge a dictator are punished severely and the government rarely give freedom to the people. അപ്പൊ എന്താണ് ആ ഒരു ഡിക്റ്റേറ്ററിനെ, ആ ഒരു ഏകാധിപതിയെ എതിർക്കുന്ന ആളുകളെ അവർ നല്ല രീതിയിൽ പണിഷ് ചെയ്തു. അവർക്ക് ഫ്രീഡം ഒന്നും അല്ലേ എന്താണ് തങ്ങളുടെ ഫ്രീഡം സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. പാകിസ്ഥാൻ ഹാസ് ഫോർ ലോങ് പീരീഡ് ഇൻ ദ പാസ്റ്റ് ഹാഡ് ഹിസ് ഫോം ഓഫ് ഗവൺമെന്റ്. അപ്പൊ പാകിസ്ഥാനിൽ എന്തായിരുന്നു കഴിഞ്ഞല്ലേ കുറെ നാളുകളിൽ ഈ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യ രീതിയിലായിരുന്നു അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ടൈപ്പ് ഏതാ പഠിച്ചത്? ഡിക്റ്റേറ്റർഷിപ്പ്. ഡിക്റ്റേറ്റർഷിപ്പിൽ എന്തോ നമ്മൾ പറയുന്നത്? ഇൻ എ ഡിക്റ്റേറ്റർഷിപ്പ് all the power rests in the hand of one person or a small group of people. ഒന്നുകിൽ മൊത്തം പവറും ഒരാളിലേക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്കോ പോവും. പിന്നെ ആ ഡിക്റ്റേറ്ററിനെ വെല്ലുവിളിക്കുന്നില്ലേ, ആ ഒരു ഏകാധിപതിയെ വെല്ലുവിളിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ പണിഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഡെമോക്രസി. നമുക്കെല്ലാം അറിയാല്ലേ എന്താ? ജനാധിപത്യം. ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ഗവൺമെന്റ് ഈസ് ഡെമോക്രസി. ഇപ്പൊ എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഡെമോക്രസി എന്ന് പറയല്ലേ. ടൈപ്പ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത്. In which the people have the ultimate power to govern themselves. അവിടെ എന്താണ് ജനങ്ങൾക്കാണ് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നില്ലേ, അവരെ ഭരിക്കാനുള്ള അൾട്ടിമേറ്റ് പവർ, തന്റെ ഭരണാധികാരി ആരായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള അൾട്ടിമേറ്റ് പവർ എന്തുണ്ട്? ജനങ്ങൾക്ക് തന്നെയാണ്. അതാണ് ജനാധിപത്യം. ഓക്കെ, ഈച്ച് അഡൽട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട്. ഇല്ലേ, എല്ലാ പ്രായപൂർത്തിയായ ആൾക്കാർക്ക് എന്തുണ്ട്? വോട്ടവകാശം ഉണ്ട്. തങ്ങളെ ആര് ഭരിക്കണം
എന്ന് സെലക്ട് ചെയ്യാനുള്ള വോട്ടവകാശം എല്ലാ പ്രായപൂർത്തിയായ ആൾക്കാർക്കും ഉണ്ട്. The biggest advantage is that the people have freedom. Democracy may be direct or representative. അപ്പോൾ എന്താണ് ഈ ഡെമോക്രസിയിലെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പീപ്പിളിന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഗവൺമെന്റിൽ? ഡെമോക്രസി അല്ലേ? ജനാധിപത്യ ഗവൺമെന്റിൽ ആളുകൾക്ക് എന്താണ്? ഫ്രീഡം കിട്ടുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡെമോക്രസി മേ ബി ഡയറക്റ്റ് ഓർ റെപ്രസെന്റേറ്റീവ്. അപ്പോൾ ഡെമോക്രസി ജനാധിപത്യം ഒന്നുകിൽ ഡയറക്റ്റ് ആകാം അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആകാം. ഓക്കെ. In direct democracy, every adult citizen vote on every issues on which a decision is to be taken. This system can only work in a country with a small population. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ജനാധിപത്യ നമ്മൾ പറഞ്ഞില്ലേ, ഡെമോക്രസിയിൽ ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസിയിലാകുമ്പം എല്ലാ ഇഷ്യൂവിലും എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കാൻ വേണ്ടി എല്ലാ സിറ്റിസനും വോട്ട് ചെയ്യാം അല്ലെ? ഏതൊരു ഇഷ്യൂ ഉണ്ടായാലും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിറ്റിസനും വോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസി നടക്കുന്നത് മിക്കവാറും സ്മാൾ പോപ്പുലേഷൻ ഉള്ള കൺട്രീസിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം വർക്ക് ആവത്തുള്ളൂ. In most countries of the world, there is what we call representative democracy. In this, people elect their representative who take decision on their behalf. India and the USA have this kind of government. ഇപ്പം എന്താണ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഡെമോക്രസി ആയിരിക്കും മിക്ക വേൾഡ് അല്ലേ? എന്താണ് രാജ്യത്ത് മോസ്റ്റ് കൺട്രീസിലും ഈ ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആണ്. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ആദ്യം വോട്ട് ചെയ്ത് നമുക്കുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്ത് വയ്ക്കുന്നു. അപ്പം നമ്മുടെ എന്താണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് പിന്നെ ആ ജനപ്രതിനിധികളായിരിക്കും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവ് ആയിരിക്കും നമുക്ക് വേണ്ടി പിന്നെ സംസാരിക്കും. നമുക്ക് ഏതൊരു വിഷയം വന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ആ ജനപ്രതിനിധികളായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ അധികാരികളെ തിരഞ്ഞെടുത്ത് വെക്കുന്നു. അപ്പം റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് നമ്മുടെ എന്താണ് ലോകത്തിലെ മോസ്റ്റ് കൺട്രീസിലും ഏതാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആയിരിക്കും കാണുന്നത്. ഇന്ത്യ ആൻഡ് USA ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഗവൺമെന്റ്. ഇപ്പൊ ഇന്ത്യയിലും USA-യിലും എന്താണ് ഈ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് ഡെമോക്രസി. എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പം ജനാധിപത്യത്തിൽ എന്താണ്? ഡെമോക്രസിയിൽ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു നമ്മുടെ എന്താണ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് എവിടെയൊക്കെയാണ്? ഇന്ത്യയിലും USA-യിലും നമ്മുടെ റെപ്രസെന്റേറ്റീവ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഉണ്ട്. ഇതിൽ നമ്മൾ എന്തുവാ പറഞ്ഞത്? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ തന്നെ രണ്ട് ടൈപ്പ് ഇനിയുണ്ട്. ഏതൊക്കെയാണ്? പാർലമെന്ററി സിസ്റ്റവും ഉണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റവും ഉണ്ട്. അപ്പം നോക്കിക്കേ, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ക്യാൻ ബി ഓഫ് two types. It can be parliamentary system. The government is actually run by a prime minister and other ministers who are member of the parliament. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് രണ്ട് ടൈപ്പിലുണ്ട്, പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും. പാർലമെന്ററി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? പ്രൈം മിനിസ്റ്റർ ആണ് അവിടുത്തെ ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറിൽ മെമ്പർ ആയിട്ടുള്ള പാർലമെന്റിൽ മെമ്പർ ആയിട്ടുള്ള മറ്റു മന്ത്രിമാരും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നോക്കിക്കേ, അതർവൈസ് ഇറ്റ് ക്യാൻ ബി എ പ്രസിഡൻഷ്യൽ സിസ്റ്റം. പിന്നെ ഒരു ടൈപ്പ് ഉണ്ട്, ഏതാണ്? പ്രസിഡൻഷ്യൽ സിസ്റ്റം. രാഷ്ട്രപതി ഭരണമുണ്ട്. ഇൻ വിച്ച് എ പ്രസിഡന്റ് ഹു ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലെജിസ്ലേച്ചർ ഹെഡ് ദ ഗവൺമെന്റ്. അപ്പൊ എന്തായിരുന്നു? ലെജിസ്ലേച്ചറിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും ആ അത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയാം. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. നോക്കിക്കേ, ബ്രിട്ടൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് കാനഡ ആർ കൺട്രീസ് that have adopted the parliamentary system while the presidential system has been adopted in the USA. അപ്പോൾ എവിടെയാണ്? ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ ഈ കൺട്രീസിലൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണ്? ഈ ഒരു പാർലമെന്ററി സിസ്റ്റം ആണ് അവർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ USA പോലുള്ള കൺട്രീസിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മൾ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് പറഞ്ഞു, മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി. ഡെമോക്രസി തന്നെ ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ഉണ്ട്. റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി തന്നെ വീണ്ടും അല്ലേ പാർലമെന്ററി സിസ്റ്റവും ഉണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റവും ഉണ്ട്. നമ്മൾ നോക്കുന്ന യൂണിവേഴ്സൽ സഫറേജ്. എന്താണ് യൂണിവേഴ്സൽ സഫറേജ്? നോക്കിക്കേ, ദ റൈറ്റ്
vote is called suffrage or franchise. ഇപ്പൊ എന്താണ് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം, അതിനാണ് നമ്മൾ സഫറേജ് എന്ന് പറയുന്നത്. നോക്കിക്കേ, in India we have universal adult franchise. ഇന്ത്യയിൽ എന്താണ് സാർവത്രിക വോട്ടവകാശം ഉണ്ട് അല്ലേ? This means that all adult citizens have the right to vote. ഇല്ലേ, എല്ലാ പ്രായപൂർത്തിയായ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാം, വോട്ടവകാശം ഉണ്ട്. But it was not always like this. For example, not very long ago when India was under British rule, നോക്കിക്കേ, few Indians had voting right. In fact, at the end of the 18th century, only 2% of Britain's own population had the right to vote. Those who did not own any property could not vote. Women could not vote because they did not have the right to own property. ഇപ്പൊ എന്താ പറയുന്നത്, നമുക്ക് ഇന്നിപ്പോ ഇന്ത്യയിലെ പ്രായപൂർത്തിയായ എല്ലാ ആൾക്കാർക്കും വോട്ടവകാശമുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ബ്രിട്ടീഷിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഒരു വോട്ടവകാശം കിട്ടിയിരുന്നില്ല. സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇൻ 18th century only 2% of Britain's own population had the right to vote. ഇല്ലേ, 18th centuryയിൽ 2% ആൾക്കാർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതില് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു. എന്താണ്, സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു, കാരണം അവർക്ക് എന്താ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഇല്ല. In the 19th century, reforms were introduced to extend voting right to a large number of people. Women got the right to own property, but they were still not allowed to vote. അപ്പോൾ എന്താണ്, 19th century ആയപ്പോഴത്തേനും പുതിയ പുതിയ റീഫോംസ് ഒക്കെ വന്നുല്ലേ, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി വോട്ടവകാശം വലിയൊരു പീപ്പിളിന് അല്ലെ, നമ്പർ ഓഫ് പീപ്പിളിന് കിട്ടിത്തുടങ്ങി. സ്ത്രീകൾക്ക് എന്താണ്, സ്വത്തവകാശം കിട്ടി അല്ലെ, ഓൺ പ്രോപ്പർട്ടി, സ്വന്തം അല്ലെ പ്രോപ്പർട്ടിക്കുള്ള അവകാശം കിട്ടിയെങ്കിൽ അവർക്ക് അപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയില്ല. It was argued that a man voted on behalf of his whole family, so a woman did not need to vote separately. അപ്പോൾ അതിനൊരു കാരണം അവർ പറഞ്ഞ എന്താണ്, ഒരു കുടുംബത്തിലെ പുരുഷൻ അവർക്ക് വേണ്ടി, ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടി വോട്ട് ചെയ്യുന്നു, പിന്നെ എന്തിന് സ്ത്രീകൾ വോട്ട് ചെയ്യണം. നോക്കിക്കേ, സഫ്രഗേറ്റ്സ്. എന്താണ് സഫ്രഗേറ്റ്സ്? British women organized a protest movement against the government policy of not allowing them to vote. ബ്രിട്ടീഷ് വുമൺ എന്ത് ചെയ്തു, അവർക്ക് ഈ ഒരു എന്താ വോട്ടവകാശം കിട്ടാത്തതിന്റെ പേരിൽ അവര് ഗവൺമെന്റിനെതിരെ അല്ലേ എന്താണ് പ്രതിഷേധം ആരംഭിക്കാൻ തുടങ്ങി. The participants known as suffragettes chained themselves to railing, burned the contents of post box and smashed the windows and street light. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, ഗവൺമെന്റിനെതിരെ പോരാടാൻ തുടങ്ങി. അവരെ നമ്മൾ സഫ്രഗേറ്റ്സ്, അതിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ പാർട്ടിസിപ്പൻസിനെ എന്ത് വിളിച്ചു, സഫ്രഗേറ്റ്സ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പൊതുമുതലുകളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി അല്ലേ. പോസ്റ്റ് ബോക്സ് ആയാലും ഗവൺമെന്റ് ലൈറ്റ് ആയാലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും വിൻഡോസ് ആയാലും ഒക്കെ അവർ നശിപ്പിക്കാൻ തുടങ്ങി. One suffragette, Emily Davison, died after she threw herself in front of the King Horse at the Epsom Derby in 1930. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു സഫ്രഗേറ്റ്സ്, ഇതിൻ്റെ അകത്ത് പോരാടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു അല്ലേ, എപ്സം ഡെർബി 1930 അവരെന്ത് ചെയ്തു, അവര് ഗവൺമെന്റ് നമ്മുടെ രാജാവിന്റെ മുന്നിൽ വെച്ചിട്ടില്ലേ, ആ കിങ് ഹോഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് അവർ സ്വയം എന്ത് ചെയ്തു, മരിച്ചു. അത് ആ ഗവൺമെന്റിനെതിരെയുള്ള എന്താ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായിരുന്നു. മെനി സഫ്രഗേറ്റ്സ് വേർ ഇംപ്രിസൺഡ് ആൻഡ് ടോർച്ചർഡ്. അപ്പൊ എന്താണ്, ധാരാളം ഈ നമ്മുടെ സഫ്രഗേറ്റ്സ് ഇതിൽ പങ്കെടുത്ത പോരാളികളെ എന്ത് ചെയ്ത ആളുകളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും പണിഷ്യൊക്കെ ചെയ്തു, ജയിലിലടക്കുകയൊക്കെ ചെയ്തു. In 1914, when the First World War began, millions of men had to leave their job to fight for their country. അപ്പോൾ 1940 നമുക്ക് അല്ലേ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോഴത്തേക്കും കുറേ ആളുകൾ അല്ലെ പുരുഷന്മാർ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചിട്ട് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി, പോരാടാൻ ഇറങ്ങി. Women supported the war effort by taking up roles that were earlier paid by men. This made people realize that women are far more capable than they were thought to be. അപ്പോൾ എന്താണ്, സ്ത്രീകളും പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി ഈ ഒരു യുദ്ധത്തിൽ. അപ്പൊ പുരുഷന്മാർക്ക് എന്ത് മനസ്സിലായ, അവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാരാണ് സ്ത്രീകൾ എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. The suffragettes too decided not to protest any more till the war was over. അപ്പോൾ അവർ എന്ത് വിചാരിച്ചു, സഫ്രഗേറ്റ്സിൽ മറ്റേ ഗവൺമെന്റിനെതിരെ പോരാടിക്കൊണ്ട ആളുകൾ എന്ത് വിചാരിച്ചു, ഇനി യുദ്ധം കഴിയുന്നിടം വരെ ഗവൺമെന്റിനോട് നമുക്ക് പോരാടണ്ട, യുദ്ധത്തിന് വേണ്ടി പോരാടാം.
They were rewarded in 1980 when women aged over 30 go to the right to vote. ഇല്ലേ, അപ്പൊ അവർക്ക് 1980 അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടി. എന്താണ് 30 വയസ്സിന് ഓവറായിട്ടുള്ള ഏജ്ഡ് ഓവറായിട്ടുള്ള ആൾക്കാർക്ക് വോട്ടവകാശം ലഭിച്ചു. Finally, in 1928, British women won the right to vote on equal terms with men. ഇപ്പൊ 1928 ബ്രിട്ടീഷ് വുമൺ എന്ത് ലഭിച്ചു? മെന്നിന്റെ ആ ഒരു ഈക്വൽ റൈറ്റിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ലഭിച്ചു 1928. In the USA, women were given the right to vote in 1920. യുഎസ്എയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് എന്നാണ്? 1920. ഇപ്പൊ 1918 സ്ത്രീകൾക്ക് 30 വയസ്സിന് ഏജ് ഓവറായിട്ടുള്ള ആളുകൾക്ക് 1918 വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. 1928 ബ്രിട്ടീഷ് വുമന് മെന്നിന്റെ ആ ഒരു ഈക്വൽ ആയിട്ട് തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. 1920 യുഎസ്എയിലെ വുമന് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. ഇനി ഫ്രാഞ്ചൈസ് ആൻഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കേ. ഫ്രേമേഴ്സ് ഓഫ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ വെയർ അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രീറ്റിംഗ് മെൻ ആൻഡ് വുമൻ ആസ് വെൽ ആസ് ദ റിച്ച് ആൻഡ് ദ പുവർ ഈക്വലി. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് എന്തായിരുന്നു? അവർ എന്തിനു പ്രാധാന്യം നൽകി? മെന്നിനും വിമനും അല്ലെ, സ്ത്രീ പുരുഷൻ അത് നോക്കാതെ, അതുപോലെ തന്നെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാതെ എല്ലാവർക്കും തുല്യത നൽകുന്ന കാര്യത്തില് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കള് പ്രാധാന്യം നൽകിയില്ലേ. എല്ലാരെയും ഈക്വൽ ആയിട്ട് കാണാനാണ് അവര് ശ്രമിച്ചത്. Therefore, right from the beginning, that is from the time our constitution came in force, all Indian citizens have had equal voting right without any distinction between the rich and the poor or men and the women. അപ്പോൾ എന്താണ് ഭരണഘടന നിലവിൽ വന്ന ആ കാലം മുതൽ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ ആ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ വോട്ടവകാശം നമ്മുടെ ഭരണഘടനയുടെ ആ ഒരു ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രാഞ്ചൈസി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്താ പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾക്ക് എന്താണ് അവർ എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ഒരു വിവേചനവും ഇല്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും തുല്യമായ, എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണാൻ, എല്ലാവർക്കും തുല്യത നൽകാനാണ് അവര് പ്രാധാന്യം നൽകിയത്. അതുപോലെ തന്നെ എന്താണ് ഭരണഘടനയുടെ ആ ഒരു ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽ തന്നെ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ട് വോട്ടവകാശം നൽകാൻ ഭരണഘടന പ്രാധാന്യം നൽകി. നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ എന്താണ് ഗവൺമെന്റ് എന്ന് പഠിച്ചു. എന്തായിരുന്നു? ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് എ കൺട്രി ഈസ് കാൾഡ് എ ഗവൺമെന്റ്. അല്ലേ, എന്താണ്? ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിച്ചത്. പിന്നെ ഗവൺമെന്റ് കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ടാക്സ് രൂപത്തിൽ ഗവൺമെന്റിന് മണി പേ ചെയ്യുന്നുണ്ട്. ലെവൽസ് ഓഫ് ഗവൺമെന്റ് നോക്കി. ലോസ് ആൻഡ് ഗവൺമെന്റ് പഠിച്ചു. ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ്, ഡെമോക്രസി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡെമോക്രസിയിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റും റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് തന്നെ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? യൂണിവേഴ്സൽ സഫറേജ്. അതിൽ എന്താണ്? സാർവത്രികമായ വോട്ടവകാശം. വോട്ടവകാശത്തിന് വേണ്ടി വിമൻ പോരാടിയ ആ ഒരു പോരാട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. 1918 എന്താണ്? ഏജിന് ഓവർ 30 ആയിട്ടുള്ള വുമണിന് വോട്ടവകാശം ലഭിച്ചു. 1928 ബ്രിട്ടീഷ് വുമണിന് മെന്നിന്റെ അതേ എന്താണ് തുല്യതയോട് കൂടി തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. 1920 യുഎസ്എയിലെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ എന്താണ് ലെജിസ്ലേച്ചറിൽ തന്നെ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? സെൻട്രൽ ലെജിസ്ലേച്ചറിൽ നമ്മൾ നമ്മുടെ എന്താണ് ലെജിസ്ലേച്ചറിൽ ലോക്സഭയും രാജ്യസഭയും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവിൽ തന്നെ പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ജുഡീഷ്യറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, ലോവർ കോർട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേന് നമ്മുടെ ആ ഒരു 3rd ചാപ്റ്റർ തീർന്നു. ഗവൺമെന്റ് ആയിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേരില്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ എന്ത് ചെയ്യാം? വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കണം, സെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് അയച്ചേക്കാം. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ക്ലാസ് തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.